ഹലോ ഗായ്സ്, അപ്പോൾ കുറേ നാളത്തേക്ക് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. കാരണം കുറച്ച് ഇഷ്യൂസ്, അതായത് ഫോണിൻ്റെ കുറച്ച് സ്റ്റോറേജ് ഇഷ്യൂസും അതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം ഒരു ലോങ് വീഡിയോസ് ഒന്നും പോസ്റ്റ് ആക്കാത്തത്. ഞാൻ ലാസ്റ്റ് വീഡിയോ ഇട്ടത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ആർമി ക്വാർട്ടേഴ്സിൽ പോയിട്ടുള്ള വീഡിയോ ആണ് ലാസ്റ്റത്തെ ലോങ് വീഡിയോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ലോങ് വീഡിയോ ഭയങ്കര സ്പെഷ്യലാണ് എനിക്ക്. കാരണം നമ്മുടെ ചാനൽ 10K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതിന് എന്നെ സഹായിച്ച എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ. നന്ദി ഒരുപാട് നന്ദിയുണ്ട്. കാരണം 10K എന്ന് പറയുന്നത് വളരെ നിസ്സാരമല്ല. 10K എന്ന് പറഞ്ഞാൽ 10,000 ആൾക്കാർ എൻ്റെ വീഡിയോ കണ്ട് എന്നെ ഇഷ്ടപ്പെട്ട്, എന്നെ മാത്രമല്ല എൻ്റെ കുഞ്ഞിൻ്റെ വീഡിയോസും ഇതൊക്കെ കണ്ടിട്ടാണ് കൂടുതൽ ആൾക്കാരും എന്നെ ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പം അവർക്കും ആ ഒരു സ്നേഹം നിങ്ങൾ കൊടുത്തതിന് വളരെ നന്ദിയുണ്ട്. അപ്പോൾ ഈ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും, എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദി. പിന്നെ എൻ്റെ ചാനൽ സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്, അവരോട് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഞാൻ എന്ത് വീഡിയോ ഇട്ടാലും അതിന് താഴെ വന്നിട്ട് ഒരു കമൻറ്റെങ്കിലും ആൾക്കാർ ഇടാറുണ്ട്. അത് ഭയങ്കര ഹാപ്പിനെസ്സാണ് നമുക്ക് തരുന്നത്. ബാഡായി ഇട്ടിട്ടില്ല, പക്ഷേ ബാഡായാലും അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. കാരണം നിങ്ങൾ എൻഗേജിങ് ആയിട്ടുണ്ടല്ലോ, അത് ഭയങ്കര ഹാപ്പി തരുന്ന കാര്യമാണ്. പിന്നെ ഈ സബ്സ്ക്രൈബേഴ്സ് ആവാൻ എന്നെ സഹായിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. അത് എടുത്തെടുത്ത് ഞാൻ പറയാൻ കാരണം അത്രയും ഹാപ്പിയാണ് ഞാൻ. 10K എന്ന് പറയുന്നത് നിസ്സാരമേ അല്ല. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ എൻ്റെ ഈ യൂട്യൂബ് ചാനലിനെ പറ്റി പറയാനുണ്ട്, അതും കൂടെ പറയാം. എൻ്റെ ചാനൽ ഇതൊരു മോണിറ്റൈസ് ആയിട്ടില്ല. അത് എൻ്റെ നിങ്ങൾ ഈ വ്യൂവേഴ്സ് മാത്രമല്ല, എന്നെ അറിഞ്ഞൂടാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പം അവരോടും കൂടെയാണ് എൻ്റെ ചാനൽ 10K സബ് ആയെങ്കിലും സംഭവം മോണിറ്റൈസ് ആയിട്ടില്ല. ഈ 10K സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് ഇങ്ങനെ 10K സബ്സ്ക്രൈബേഴ്സ് ആവാനുള്ള റീസൺ ഒരു കാര്യമാണ്, അത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എൻ്റെ ചാനൽ ഈ മെക്സു ഡയറീസ് എന്ന് തന്നെയായിരുന്നു പേര്. പക്ഷെ ഞാൻ ഈ ചാനലിൽ ബിഗ് ബോസ് തുടങ്ങിയ ആ ഒരു സമയമില്ലേ, നമ്മുടെ ബിഗ് ബോസ് സീസൺ 6 തുടങ്ങിയ സമയത്ത് ഞാൻ വീഡിയോസൊക്കെ പോസ്റ്റ് ആക്കാറുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല റീച്ചായി. എന്ന് വെച്ചാൽ ആ വീഡിയോസൊക്കെ കോപ്പിറൈറ്റ് ഇഷ്യൂ വന്ന അവസാനം എനിക്ക് കളയേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ആ വീഡിയോസ് അന്ന് കേട്ടിരുന്നപ്പോൾ വേറെ വിഷയങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് അതിൽ നിന്ന് കുറേ സബ്സ്ക്രൈബേഴ്സിന് കിട്ടി. ഏകദേശം 7K സബ്സ്ക്രൈബേഴ്സാണ് എനിക്ക് ഒരു ബിഗ് ബോസ് റിലേറ്റഡ് വീഡിയോസ് ഇട്ടപ്പോൾ കിട്ടിയത്. അപ്പോൾ അതിനുശേഷം എനിക്ക് മോണിറ്റൈസേഷൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മോണിറ്റൈസേഷൻ കൊടുത്തപ്പോൾ ബിഗ് ബോസ് കണ്ടൻറ്റ് ആയതുകൊണ്ട് തന്നെ അതെനിക്ക് മോണിറ്റൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എനിക്ക് മോണിറ്റൈസേഷൻ കിട്ടിയില്ല. അങ്ങനെ ഞാൻ ഫുൾ വീഡിയോസും ഡിലീറ്റ് ആക്കി. അതായത് ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും ഞാൻ ഡിലീറ്റ് ആക്കിയാണ് ചെയ്തത്. അങ്ങനെയാണ് ഗൈസ് എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് കിട്ടിയത്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അത് അറിയണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ എടുത്ത് പറഞ്ഞത് കേട്ടോ. അങ്ങനെ എനിക്ക് അതായത് വീഡിയോസൊക്കെ ഞാൻ കളഞ്ഞു. ഇപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഞാനും മിയക്കുട്ടിയും മാത്രമുള്ള വീഡിയോസാണ്. ഫാമിലി റിലേറ്റഡ് വ്ളോഗ്സും വീഡിയോസും മാത്രമായിരിക്കും ഷൂട്ട് ചെയ്ത് ഇതിലിടുക. അപ്പോൾ അന്ന് എനിക്കിങ്ങനെ ഈ ഒരു തെറ്റ് പറ്റി. അത് തെറ്റ് തന്നെയാണ്, വലിയൊരു മിസ്റ്റേക്ക് എനിക്ക് പറ്റി. കോപ്പിറൈറ്റ് കണ്ടൻറ്റ് ഇടാൻ പാടില്ലായിരുന്നു. അങ്ങനെ ഒരു മിസ്റ്റേക്ക് എൻ്റെ ഭാഗത്തുനിന്ന് പറ്റി. അപ്പം ഈ കുട്ടി സമ്മതിക്കില്ല, എനിക്ക് കേട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ കളഞ്ഞു കേട്ടോ. ഇപ്പം നമ്മൾ പുതിയ ഫ്രഷായിട്ട് തുടങ്ങിയ പോലെ തന്നെയാണ് എനിക്ക്. അപ്പോൾ എല്ലാവരോടും നന്ദി പറയുന്നു. ഇതുപോലെ എന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ